ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിന് അടിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാനൊന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതലും പിന്നെ ഇന്ന് വരെയുള്ള എൻ്റെ ജേർണീനെ കുറിച്ചും പിന്നെ പുതിയ പുതിയ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് ടിപ്സും പറയാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പരമാവധി ഇത് മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ പാട്ട് പാടുന്നതിൻ്റെയും പിന്നെ അമ്മ കുക്ക് ചെയ്യുന്നതിൻ്റെയും പിന്നെ ഈ ട്രാവൽ വ്ളോഗ്സൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ശരിക്കും ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ ആണ് മനസ്സിലായത് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നു. പിന്നെ എനിക്ക് പാട്ട് പാടി ഇട്ടിട്ടില്ല ഞാൻ. പിന്നെ ഞാൻ ട്രാവൽ വ്ളോഗ്സും പിന്നെ അമ്മ കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുവാണെങ്കിലും അധികം വ്യൂസ് ഒന്നും കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ എല്ലാ ദിവസവും ഷോർട്സ് ഇടാൻ തുടങ്ങി. ആദ്യമൊക്കെ ഷോർട്സ് ഇടുന്നതിനും അധികം വ്യൂസ് ഒന്നും കിട്ടാറില്ലായിരുന്നു. പിന്നെ ഈ ആനിമൽസിൻ്റെയൊക്കെ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും 1K 2K ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഷോർട്സ് ഇടാറുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും നല്ല കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഷോർട്സിനും എനിക്ക് 1Kയിൽ മേലെ വ്യൂസ് കിട്ടാറുണ്ട്. 1K ഇല്ലെങ്കിൽ ഒരു 500 ഇല്ലെങ്കിലും മേലെ വ്യൂസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കോൺസ്റ്റൻ്റായിട്ട് ഷോർട്സ് ഇടാറുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് മടിയായിരുന്നു പറയുവാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഷോർട്സൊക്കെ എനിക്ക് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വ്യൂസ് കുറവായിരുന്നു. എനിക്കപ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഇങ്ങനെ ഇത് എനിക്ക് കിട്ടൂല അതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിചാരമായിരുന്നു എൻ്റെ. പക്ഷെ എന്നാലും ഞാൻ വീഡിയോസ് അങ്ങനെ അധികം ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മടിയായിരുന്നു. അതുമാത്രമല്ല, പിന്നെ സ്കൂളൊക്കെ തുറന്നല്ലോ. ആ സമയം കൊണ്ട് സ്കൂൾ തുറന്നുകൊണ്ട് പിന്നെ കുറേ പഠിക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം അങ്ങനെ അധികം വീഡിയോസോ ഷോർട്സോ അങ്ങനെ ആ സമയത്ത് അങ്ങനെ അധികം ഇട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഏതോ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇതേപോലെ 1Kൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ കണ്ടത് എല്ലാ ദിവസവും കോൺസ്റ്റൻ്റായിട്ട് ഷോർട്സ് ഇടുകയെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കോൺസ്റ്റൻ്റായിട്ട് ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വ്യൂസ് കുറഞ്ഞാലെന്ന് നിങ്ങൾ ഒരിക്കലും മടി പിടിച്ചിരിക്കരുത്. ഞാനിപ്പം മടി പിടിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ 1K അടിക്കുന്നത്. എനിക്കിപ്പോൾ ഞാൻ മടി പിടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പണ്ടേ 1K അടിച്ചേനെ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മടി പിടിക്കാൻ പാടില്ല. മടി പിടിക്കാതെ കോൺസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടണം. നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി സമയമില്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വീഡിയോ ഇട്ടാൽ മതി. ഞായറാഴ്ചയൊക്കെ വീഡിയോ ഇട്ടാൽ മതി. പിന്നെ അതുമാത്രമല്ല, എല്ലാ ദിവസവും ഷോർട്സ് ഇടണം. അത് പറ്റുമെങ്കിൽ 2 എണ്ണം ഇടണം, രാവിലെയും വൈകുന്നേരവും. പിന്നെ അതിൻ്റെ ഒരു ടൈം ടേബിൾ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രാവിലെ എന്നിടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കി വയ്ക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീഡിയോസ് ഇടുക. അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരവും അതേപോലെ തന്നെ ചെയ്യാം. അതാണ് ഞാനും അങ്ങനെ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയം ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ ഞാൻ ഷോർട്സ് ഇടുമായിരുന്നു. അതുമാത്രമല്ല, എപ്പോഴും ഇവിടെ കുറച്ച് ആനിമൽസൊക്കെ കിട്ടും. പിന്നെ എൻ്റെ നാട്ടിലൊക്കെയുള്ള കസിൻസ് എല്ലാം ഇങ്ങനെ വീഡിയോസൊക്കെ അയച്ചു തരും ഇങ്ങനെ ഷോർട്സ് ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കുറേ ഷോർട്സ് ഇടാൻ വേണ്ടി വീഡിയോസ് എല്ലാം എനിക്ക് നാച്ചുറലി കിട്ടാറുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അവരിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മോണിറ്റൈസേഷൻ സ്കിൽസ് അങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുക. അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മോണിറ്റൈസ് വേഗം ആവാൻ വേണ്ടിയുള്ള ടിപ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ച് ഒരിക്കലും ഇരിക്കരുത്. മടി പിടിച്ചാൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ചാനൽ ഞാൻ തുടങ്ങിയതാണ്. അവർക്കിപ്പോൾ 500Kയിലും മേലെ സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ വെച്ചാൽ അവർ അത്രയും വേഗം, അങ്ങനെയെന്ന് വെച്ചാൽ അവരൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അവർ വേഗം സബ്സ്ക്രൈബേഴ്സ് കൂടി പോകുന്നുണ്ടായിരുന്നു. അവർ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്.
24 മണിക്കൂറും കൊണ്ട് അവർക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് 24 മണിക്കൂറും കൊണ്ട് 10 സബ്സ്ക്രൈബേഴ്സും പോലും ആയിട്ടില്ലായിരുന്നു. അവരങ്ങനെ വേഗം സബ്സ്ക്രൈബേഴ്സ് കൂടി പോകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഈ ചെറിയ ഇത് ഉള്ളവരോടാണെങ്കിൽ ചെറിയ ഗിവ് അവേ ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ ചാനലില്ലേ, ആ ചാനലിൽ അവർ ഗിവ് അവേ ഒക്കെ എപ്പോഴും നടത്താറുണ്ടായിരുന്നു. ഓരോ 100Kയിലും പിന്നെ 1K ആയപ്പോൾ അവരൊരു ഗിവ് അവേ നടത്തി. അങ്ങനെയൊക്കെ അവർ കുറേ ഗിവ് അവേ ഒക്കെ നടത്തിയായിരുന്നു. നമുക്ക് വലിയ പൈസയുടെ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളാക്കാം. അങ്ങനെ വെച്ചാൽ ഹാൻഡ് മെയ്ഡോ അല്ലെങ്കിൽ ഹോം മെയ്ഡോ ആയിട്ടുള്ള സാധനങ്ങളാക്കാം. ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെയൊക്കെ ആണ് ഗിവ് അവേ ചെയ്യുന്നതെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് നമുക്ക് തന്നെ വീട്ടിലാക്കാൻ പറ്റുമല്ലോ, DIY ലൈക്ക് ദാറ്റ്. അതേപോലത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഗൈസ് സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ സംസാരിച്ച് മടുത്തു ഗൈസ്. അടുത്തതായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ആനിമൽസിൻ്റെയൊക്കെ ഷോർട്സ് ഇടുക. പിന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഷോർട്സ് ഇടുക. ലൈക്ക് ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളികളുടെയും, പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ ടെമ്പിൾസിൻ്റെയും കാവുകളുടെയും, പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ഈ മസ്ജിദിൻ്റെയൊക്കെ ഷോർട്സ് ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസും പിന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നല്ല, നമുക്ക് പ്രത്യേകിച്ച് അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണത്തുണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സബ് ടു സബും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.